ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ പബ്ജി ഇന്ത്യയിൽ ബാൻ ആയതുപോലെ നമ്മുടെ ഫ്രീ ഫയർ മാർച്ച് 1-ാം തീയതി ബാൻ ആകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കുറേ കൂട്ടരൊക്കെ അറിഞ്ഞു കാണും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കും അടിപൊളിയായിട്ട് ടോപ്പിക് ആണോ അല്ലയോ എന്നും. അപ്പോൾ ഗൈസ്, ഇൻട്രോ കണ്ടപ്പോൾ പല കൂട്ടരും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരിക്കും, എനിക്കൊന്ന് കേട്ടതിന് ശേഷം നെഞ്ചൊന്ന് പെടഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഇന്ത്യയിൽ ഫ്രീ ഫയർ ബാൻ ആകാനായിട്ട് പോകുന്നു, അത് മാർച്ച് 1 ബാൻ ആകാനായിട്ട് പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും. സോ ഗൈസ്, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, മാർച്ച് 1-ാം തീയതി ഒന്നും ഫ്രീ ഫയർ ബാൻ ആകില്ല. ജസ്റ്റ് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ ഗൈസ്, ഇങ്ങനെ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫ്രീ ഫയർ ബാൻ ആകുന്നതായിരിക്കും. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ ഫ്രീ ഫയർ ബാൻ ആകുമോ ഇല്ലയോ, സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നേക്കും. നിങ്ങൾ ഓരോരുത്തരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് വീഡിയോ മാക്സിമം ഒന്ന് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ യൂസ്ഫുൾ തോന്നുവാണെങ്കിൽ വീഡിയോ ഷെയർ ആക്കിയാൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയേക്കാം. ഈ വീഡിയോ കാണുന്ന പല കൂട്ടരും 2020 സെപ്റ്റംബർ 2-ാം തീയതി ന്യൂസ് ഓർക്കുന്നവരായിരിക്കും. പബ്ജി അടക്കമുള്ള 118 ചൈനീസ് ആപ്പുകൾ നിരോധിച്ച ഒരു ദിവസമായിരുന്നു ഗൈസ്. പബ്ജി എന്ന് പറഞ്ഞ ഗെയിമും ബാനായ സമയത്ത് പബ്ജി കളിക്കുന്ന ഓരോരുത്തർക്കും, പബ്ജി കളിക്കുന്നവർ മാത്രമല്ല ഫ്രീ ഫയർ കളിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ചെറിയ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അതിലുപരി മറ്റു കുറേ കൂട്ടർ ഫ്രീ ഫയർ കളിക്കുന്ന കുറേ കൂട്ടർ ചിന്തിച്ച ഒരു കാര്യമാണ് ഒരിക്കലും ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം ബാൻ ആകരുത് എന്നും. അപ്പോൾ ഗൈസ്, ഇങ്ങനെ പോകുകയാണെങ്കിൽ ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം ഇന്ത്യയിലും ബാൻ ആകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇങ്ങനെയെന്ന് പറയുമ്പോൾ എങ്ങനെയെന്ന് പല കൂട്ടരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ അത് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടരും വീട്ടിലായിരിക്കും. ഇപ്പോൾ മാത്രമല്ല, ഏകദേശം ഒരു വർഷം കൊണ്ട് എല്ലാവരും വീട്ടിലായിരിക്കും. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ആർക്കും കോളേജിലും സ്കൂളിലും ഒന്നും പോകണ്ട. ഈ വീഡിയോ കാണുന്ന ഒരു 90% പേർക്കും ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഒരു 9-ാം ക്ലാസ് തൊട്ട് അതിനൊക്കെ മുകളിലേക്കുള്ള ഒരു ഏകദേശം എല്ലാവരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോണെങ്കിലും സ്വന്തമായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഗൈസ് ഞാൻ. മറ്റൊന്നും കൊണ്ടല്ല, ഓൺലൈൻ ക്ലാസ്സിന് പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, സ്വന്തമായിട്ട് ഫോണില്ലെങ്കിൽ പോലും ഏകദേശം ഒരു ദിവസം ക്ലാസ്സിനൊക്കെ ചേരാൻ വേണ്ടി വീട്ടിൽ നിന്നെങ്കിലും ഒരു 3 മണിക്കൂറെങ്കിലും വീട്ടുകാരുടെ ഫോണെങ്കിലും കൈ കാണുന്നവരായിരിക്കും പല കൂട്ടുകാരുടെ കയ്യിലും. എല്ലാ കൂട്ടുകാരും ക്ലാസ്സിന് കയറുന്നതിനൊപ്പം തന്നെ ഏകദേശം നല്ലൊരു സമയം ഈ ഒരു ഗെയിമിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരുമായിരിക്കാം. ഞാൻ മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പോകുകയാണെങ്കിൽ ഫ്രീ ഫയർ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ആകുന്നതായിരിക്കുമെന്നും. അപ്പോൾ ഗൈസ്, ഒരു ചൈനീസ് ആപ്പ് ആയതുകൊണ്ട് ഒന്നുമല്ല ഗൈസ് നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയിൽ ബാൻ ആകാനായിട്ട് പോകുന്നത്. ഇന്ത്യയിൽ ഫ്രീ ഫയർ ബാൻ ആകുവാണെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല, ഗെയിം അഡിക്ഷൻ കാരണമാണ് ഗൈസ് ഇന്ത്യയിൽ ഫ്രീ ഫയർ ബാൻ ആകുവാണെങ്കിൽ ബാൻ ആകാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളും ഈ ഒരു ഗെയിമിന് അഡിക്റ്റ് ആണ്. ഇപ്പോൾ പല ന്യൂസിലും നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ നല്ല രീതിക്ക് ന്യൂസ് കാര്യങ്ങൾ ട്രെൻഡായി നിൽക്കുന്ന ഇങ്ങനെ ഗെയിം അഡിക്ഷനെ കുറിച്ചൊക്കെ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏകദേശം 6-7 മാസങ്ങൾക്ക് മുൻപൊക്കെ നല്ല രീതിക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ച് നെഗറ്റീവായിട്ട് മറ്റേ ന്യൂസിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പല കൂട്ടരും കണ്ടു കാണും. പിന്നെ കുറച്ച് നാളത്തേക്ക് അതിനെക്കുറിച്ച് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു മാസങ്ങൾ കൊണ്ട് ഈ ഒരു ഗെയിമിനെ കുറിച്ചാണ് ഗൈസ് സംസാരം. നല്ല രീതിക്ക് വീട്ടുകാരുടെ പൈസ ഈ ഒരു ഗെയിമിന് വേണ്ടി വീട്ടുകാർ അറിയാതെ പിള്ളേർ ചിലവാക്കുന്നു. പിന്നെ ഗെയിം അഡിക്ഷൻ അങ്ങനെയൊക്കെ പറയുകൊണ്ട് ഒരുപാട് ന്യൂസ് കാര്യങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ന്യൂസിലൊക്കെ വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ പലരും അറിയുന്നില്ലായിരിക്കും. ഇപ്പോൾ ഗൈസ്, കേരളത്തിന് പുറത്ത് നല്ല രീതിക്ക് ന്യൂസിൽ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗൈസ് ഈ ഒരു ഗെയിം അഡിക്ഷനെ കുറിച്ച്. ഇപ്പോൾ തന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ ഒരു ഫ്രീ ഫയർ കളിക്കുന്ന പ്ലെയർ ഈ ഒരു ഗെയിം കളിച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പല കൂട്ടരും അറിഞ്ഞു കാണും. ഈ ഒരു കാരണം കൊണ്ട് വിദ്യാർത്ഥികൾ അധികമായിട്ട് ഗെയിം അഡിക്ഷൻ ആകുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ വീട്ടുകാരറിയാതെ വീട്ടുകാരുടെ പൈസ ഈ ഒരു ഗെയിമിന് വേണ്ടി ചിലവാക്കുന്നത് കൊണ്ടൊക്കെ ഇപ്പോൾ ഒരുപാട് ന്യൂസ് കാര്യങ്ങളിലൊക്കെ ഈ ഒരു ഗെയിം തന്നെ ഗൈസ് തരംഗമായിട്ട് നിൽക്കുന്നതും. അപ്പോൾ ഗൈസ്, ഇങ്ങനെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗെയിം ഫ്രീ ഫയർ ബാൻ ആകാനായിട്ട് പോകാൻ ചാൻസ് ഏറെ കൂടുതലാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ തന്നെയാണ് ഗൈസ് ഇത് വരുത്തി വെക്കുന്നത്. മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഒരുപാട് നേരം ഈ ഒരു ഗെയിമിനോട് ചിലവാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ വീട്ടുകാരറിയാതെ വീട്ടുകാരുടെ പൈസ ഈ ഒരു ഗെയിമിനോട് ചിലവാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ്. ഒരിക്കലും നമ്മൾ ഒന്നിൽ തന്നെ നിൽക്കുന്നതായിരിക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകും, ഇപ്പം നല്ല രീതിക്ക് അഡിക്റ്റ് ആയിട്ട് ഫ്രീ ഫയർ കളിക്കുന്ന ഓരോരുത്തർക്കും 1.5 അല്ലെങ്കിൽ 2 വർഷം കഴിയുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ ഒരു ഗെയിം കളഞ്ഞ ശേഷം മറ്റേതെങ്കിലും ഗെയിമിലേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു ഗെയിമിൽ തന്നെ ഒരു പ്ലെയർ നിൽക്കുന്നതായിരിക്കില്ല. സോ ഗൈസ്, ഈ ഒരു ഗെയിം ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് മാത്രം നിങ്ങൾ കളിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഈ ഒരു ഗെയിം കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കുഞ്ഞു വീഡിയോ ജസ്റ്റ് കൊച്ചൊരു കാര്യം പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ പ്രണവ്. ബൈ ബൈ.